ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് കൊണ്ടിട്ട് അടിപൊളി ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. തമ്മിൽ കണ്ട പോലെ പൊട്ടിത്തെറി തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതാ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചോരപ്പരിപ്പ്, കറിയൊക്കെ വെക്കുന്ന പരിപ്പുണ്ടല്ലോ, ആ ഒരു പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലപോലെ ഒരു കപ്പ്, ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. അതിന് മുകളിലായിട്ടുള്ള തോതിലാവുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക കേട്ടോ. രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ ഗ്യാസ് മേൽ വെക്കുക കേട്ടോ. പിന്നെ ഇത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നല്ലപോലെ പരിപ്പ് നല്ലപോലെ വേവേണ്ടത്. കുക്കറിൽ വേണമെങ്കിൽ വെക്കാം, കുക്കറിൽ വെച്ചതാണെങ്കിൽ ഒരു വിസിൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുക്കറിലൊന്നും വെക്കണില്ല, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ വേവിച്ചാൽ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ 1/4 മണിക്കൂർ വേവിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അത് വേവുന്ന സമയത്ത് നമ്മളിതാ കുറച്ച് ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി കേട്ടോ. അത് ഒരു 10-25 ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. ഈ രൂപത്തിലൊന്ന് കറക്കിയെടുക്കുക. ആ കറക്കിയെടുത്തിട്ട് അടുത്ത് വെക്കുക. അപ്പോഴേക്ക് 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ പരിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. വെന്തുടങ്ങിയിട്ടൊന്നുമില്ല, നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് ആവശ്യമായത് നമ്മൾ കുറച്ച് ഒരു അരമുറി എടുത്തിട്ടില്ല, അരമുറിൻ്റെ കുറച്ചൊരു ഭാഗമാണ് തേങ്ങ ചിരകിയത്, അതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. അതിൽ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. അപ്പോൾ നിങ്ങൾ ഡെയിലി നമ്മളെ വീഡിയോസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ, കുക്കിംഗ് വീഡിയോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഡെയിലി വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് കമൻറ്റ് എന്തായാലും അറിയിക്കുക. ലൈക്ക് ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് ബെൽ ബട്ടണും കൂടി അമർത്തിയാലുള്ളൂ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മളത് ഇളക്കിയതിന് ശേഷം നമ്മളിത് വറവിടാനും വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കാനും വേണ്ടിയിട്ട് കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടിയതിന് ശേഷം എന്താ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ട് വേണ്ടത് വറ്റൽമുളക് വേണമെങ്കിൽ വറ്റൽമുളക് ഇടാം. ഞാൻ വറ്റൽമുളക് ഇല്ലാത്തതിനെ കൊണ്ട് ക്രഷ് മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1.5 ടീസ്പൂൺ, നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ 1.5 ടീസ്പൂൺ ആയിട്ട് അടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായത് കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് എടുക്കട്ടോ. അപ്പോൾ അതും എടുത്തതിന് ശേഷം അത് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതും അതിലേക്കൊന്ന് ആഡ് ചെയ്യട്ടോ. അപ്പോൾ അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ. അത് നെയ്ച്ചോറിനൊക്കെ ബെസ്റ്റായിട്ട്, നെയ്ച്ചോറിനൊക്കെ സൈഡായിട്ട് വെക്കാനുള്ള ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ അത്. അപ്പോൾ അതാക്കിയിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോ കട്ടായത് ഞാൻ അറിഞ്ഞിട്ടില്ല, അതിലേക്ക് ആഡ് ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആക്കിയിട്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പോഴേക്ക് നമ്മളിതാ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പരീക്ഷിച്ച് നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.